നിന്നിലലിയാൻ. രചന ഹർഷ ലക്ഷ്മി. അവതരണം സിദ്ധി. ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കരുതിയത് അർജുൻ എന്റെ സ്വന്തം സഹോദരനാണെന്നാണ്. കാരണം എന്താണെന്നറിയാമോ, അവൻ ഞങ്ങളുടെ കൂടെയാണ് അന്നൊക്കെ താമസിച്ചിരുന്നത്. പക്ഷേ ഞാൻ വളർന്നു വലുതായപ്പോൾ അവൻ എന്റെ യഥാർത്ഥ സഹോദരനെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം അവന്റെ ഭൂതകാല കഥകൾ അവൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നു. അവന്റെ മാതാപിതാക്കൾ ഒരു കാർ അപകടത്തിൽ മരിച്ചപ്പോൾ അവൻ അവന്റെ മുത്തശ്ശനോടൊപ്പം തനിച്ചായിരുന്നു അവരുടെ വീട്ടിൽ. അവന്റെ അച്ഛനും എന്റെ അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് അവന്റെ മാതാപിതാക്കൾ മരിച്ച ദിവസം മുതൽ അവന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ അമ്മയും അച്ഛനും ഏറ്റെടുത്തു. അന്ന് എനിക്ക് ഏകദേശം 4-5 വയസ്സ്. കളിക്കാനും ഭക്ഷണം കഴിക്കാനും പഠിക്കാനും ഉറങ്ങാനും വരെ ഞങ്ങൾ കൂടുതൽ സമയം ഒരുമിച്ച് തന്നെ ചെലവഴിച്ചു. വാരാന്ത്യങ്ങൾ മാത്രം അവന്റെ മുത്തശ്ശൻ ഞങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവന്റെ മുത്തശ്ശൻ ബിസിനസ് നോക്കുകയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളെ കൂടെ വീട്ടിലോട്ട് വരാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും നിർബന്ധിച്ചു. ഒടുക്കം അദ്ദേഹത്തെ പരിപാലിക്കാൻ അവൻ തന്റെ മുത്തച്ഛനോടൊപ്പം താമസിക്കാൻ പോയി. അവന്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്റെ മാതാപിതാക്കളെ അർജുന്റെ രക്ഷകർത്താക്കളാക്കി തിരഞ്ഞെടുത്തിരുന്നു. അവൻ എല്ലാം കൊണ്ടും തകർന്ന സമയം വേണ്ടപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വിയോഗം അവനെ അടിമുടി തകർത്തു. പക്ഷേ എന്റെ അച്ഛന്റെ സഹായത്തോടെ ബിസിനസ്സിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അർജുൻ പതുക്കെ ഏറ്റെടുത്തു. അപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ അവൻ ജീവിക്കണമെന്ന് അമ്മയുടെ നിർബന്ധമായിരുന്നു. പക്ഷേ അമ്മ പറയുന്ന കേൾക്കാതെ അവൻ ഞങ്ങളുടെ ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അവൻ ഇടയ്ക്ക് ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്, കൂടെ സമയം പങ്കിടാറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും സഹോദരങ്ങളെ പോലെയാണ്, എന്നും അങ്ങനെ ആയിരിക്കും. എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം ഞാൻ മാനവനെ നോക്കി. അവൻ അത്ഭുതത്തോടെ എന്നെ വീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഒരു പ്രത്യേകതരം ബോണ്ട് പങ്കിടുന്ന കാരണം ഇതാണ്, അല്ലാതെ പ്രണയമൊന്നുമല്ലട്ടോ. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അഭിനന്ദിച്ചു. നിന്റെ അച്ഛനും അമ്മയും ശരിക്കും നന്മയുള്ളവരാ. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ തന്നെ പാതി വഴിയിലാണ്. മാനവ് ഒരു ഹൈവേയിൽ ഒരു റെസ്റ്റോറന്റിൽ കാർ നിർത്തി. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഞാൻ അവനുമായി എല്ലാം പങ്കിടുന്നു. അവനും ഏറെ സംസാരിക്കുന്നുണ്ട്. കാനഡയിലെ കാലാവസ്ഥയെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ബിസിനസ്സുകളെക്കുറിച്ചും അവൻ സംസാരിച്ചു തുടങ്ങി. പക്ഷെ ആ കഥയിൽ അവൻ ഒരു പെൺകുട്ടിയോട് പോലും പരാമർശിക്കുന്നില്ല. അവനൊരു കാമുകി ഉണ്ടോ എന്നറിയാനുള്ള എന്റെ ശ്രമങ്ങൾ പാളിക്കൊണ്ടിരുന്നു. പക്ഷെ അവനോട് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലാതാനും. ചോദിച്ചാൽ അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നറിയില്ലല്ലോ. അത് അവന്റെ വ്യക്തിപരമായ കാര്യമാണല്ലോ. അത് എന്നോട് പങ്കിടാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അവനോട് കൂടുതൽ സംസാരിക്കും തോറും ഞാൻ അവനിൽ കൂടുതൽ ആകർഷിക്കുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്നത് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കാറിനുള്ളിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ണുകളടച്ച് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. അവനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും എനിക്കത് കഴിയുന്നില്ല. കാർ എവിടെയോ നിർത്തിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. വലിയ ഇളങ്കാപ്പി കണ്ണുകൾ തിളങ്ങു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. നമ്മൾ എവിടെയാണ്? താക്കോൽ ഇതാ, നിനക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം. ശരിക്കും? അവൻ അദ്ദേഹം തലയാട്ടി. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി. ഞാൻ സീറ്റ് മാറിയിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് എന്റെ അരികിലിരുന്നു. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ പിന്നെ നമുക്ക് പോകാം. ഒപ്പം ഞാൻ ആക്സിലേറ്ററിൽ അമർത്തി. മാനവ് എന്നെ നോക്കുന്ന ഞാൻ കണ്ണുകളുടെ ഒരു കോണിലൂടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. ഞാൻ മ്യൂസിക് പ്ലേ ചെയ്തു. കൂടെ ഞാനും പതിയെ മൂളി. മധുരമൂറുന്ന പ്രണയഗാനത്തിനോടൊപ്പം ആ കാറും നീങ്ങി തുടങ്ങി. അവസാനം ഞങ്ങൾ ടൗണിലെത്തി. ഫ്ലൈറ്റ് യാത്ര കാറിലാണെന്ന് മാത്രം. അവൻ എന്നെ അവന്റെ കൂടെ ചെല്ലാൻ ക്ഷണിച്ചു. പക്ഷേ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുകയാവും. അതുകൊണ്ട് കൃത്യസമയത്ത് എന്റെ വീട്ടിലെത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ അവന്റെ കാർ എന്റെ വീട്ടിൽ ലക്ഷ്യമാക്കി ഓടിച്ചു. അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച നിമിഷങ്ങളിൽ എനിക്ക് തോന്നി. മാനവനെ കുറിച്ചുള്ള എന്റെ എല്ലാ ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണ ഇപ്പോൾ കുറഞ്ഞു. അവൻ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ്. ഇപ്പോൾ എനിക്കറിയാം. എനിക്ക് അവനോടൊപ്പം എന്നും ഉണ്ടായിരിക്കാൻ ആഗ്രഹമുണ്ട്. അവനും എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ നോക്കി. അവൻ ഏതോ ആഴത്തിലുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും നന്ദിയുണ്ട് മാനവേട്ട. ഞാൻ നിങ്ങളുമായി നിമിഷങ്ങൾ ശരിക്കും ആസ്വദിച്ചു. എനിക്ക് നിനക്കറിയാമോ, വളരെ കാലത്തിന് ശേഷം എനിക്കിപ്പോൾ ജീവൻ വെച്ചതായി തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ നിന്നെ മുന്നിൽ ഭ്രാന്തമായി ചിരിച്ച് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നീ ഒരു അസാമാന്യമായ പെണ്ണാണ്. നീ ആർക്കു വേണ്ടി മാറില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഓക്കേ?
പക്ഷേ എന്നെ തകർത്ത അതല്ല, ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ. അവൻ ഒടുക്കം ഉച്ചരിച്ചു. എന്റെ ഹൃദയത്തെ കുത്തി നിറച്ച ആശയക്കുഴപ്പത്തിന്റെ കടൽ വീണ്ടും തിരയിളക്കം സൃഷ്ടിച്ച ആ വാക്കുകൾ. വെറും 5 മിനിറ്റ് മുമ്പ് എനിക്ക് ലഭിച്ച ആത്മവിശ്വാസം പൊടിപലങ്ങളായി തകർന്നുപോയി. നിനക്കറിയാമോടി, നീ എന്നെ എന്റെ പാറുവിനെ ഓർമ്മിക്കുന്നു. അവളെ പോലെയാ ഇടയ്ക്കിടെ നിന്റെ പെരുമാറ്റമെല്ലാം. അവന്റെ ആ വാക്കുകൾ എന്റെ ശിരസിൽ പലവട്ടം മുഴങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ ആ വാക്കുകൾ കൂരമ്പ് പോലെ എന്റെ നെഞ്ചിൽ തുളഞ്ഞു കയറി. അപ്രത്യക്ഷമായി എനിക്കേറ്റ പ്രഹരമായി അവൻ ഉച്ചരിച്ച ആ പേര്. അവന്റെ ആ വാക്കുകൾ കൂരമ്പ് പോലെ എന്റെ നെഞ്ചിൽ തുളഞ്ഞു കയറി. അപ്രത്യക്ഷമായി എനിക്കേറ്റ പ്രഹരമായി അവൻ ഉച്ചരിച്ച ആ പേര്. എനിക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അത് നെഞ്ചിൽ തന്നെ തടഞ്ഞു നിന്നു. എന്റെ ശ്വാസകോശത്തിൽ ഓക്സിജൻ തീർന്നതായി എനിക്ക് തോന്നി. ഞാൻ ശ്വസിക്കുന്നുണ്ടെന്ന് പോലും സംശയമായിരുന്നു. നെഞ്ചിലാകെ ഒരു നീറ്റൽ മാത്രം ബാക്കിയായി. ഞാൻ മാനവിനെ നോക്കി. അവൻ എന്നെ നോക്കി പുഞ്ചിരി തൂകുന്നു. അത് കണ്ട മാത്രം ഞാൻ റോഡിൽ മുഖം തിരിച്ചു. അവരെ നേരെ നോക്കാതെ ഇടറിയ വാക്കുകളോടെ ഞാൻ അവനോട് ചോദിച്ചു, ആരായി പാറു? അത് ചോദിക്കുമ്പോൾ ഞാൻ അവനെ നോക്കിയില്ല. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ ഞാൻ പ്രണയത്തിന്റെ തിരുനാളം കണ്ടാലോ അത് കാണാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇതുപോലൊരു സാഹചര്യം വന്നേക്കുമെന്ന് എനിക്ക് ആദ്യം മുതലേ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിനെ യഥാർത്ഥത്തിൽ നേടേണ്ടി വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു തുടങ്ങും മുൻപേ അവൻ്റെ മൊബൈൽ റിങ് ചെയ്തു. കോൾ വരാൻ കൊണ്ടിരുന്ന സമയം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അവൻ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മയാ വിളിക്കുന്നേ. കഴിച്ചോ കുടിച്ചോ തുടങ്ങിയ അമ്മയുടെ ചോദ്യങ്ങളൊക്കെ അവൻ ഉത്തരം നൽകാൻ തുടങ്ങി. അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് വെറുക്കുന്നതാണ് ഞാനിപ്പോൾ കരുതുന്നുണ്ട്. കാരണം അവന്റെ മുൻപുള്ള പ്രകോപിപ്പിക്കുന്ന പെരുമാറ്റം എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നതിനേക്കാൾ വലുതൊന്നുമല്ലായിരുന്നു. അവൻ അമ്മയോട് സംസാരിക്കുകയാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയതുപോലുമില്ല. പാറു അവന്റെ സുഹൃത്തോ സഹപ്രവർത്തകയോ മാത്രമായിരിക്കാം. എനിക്കിതുവരെ അതിനുള്ള ഉത്തരം അറിയില്ല. ഞങ്ങൾ എന്റെ വീട്ടിലെത്താറായി. ഞാൻ കാർ നിർത്തി. അവൻ കോൾ കട്ട് ചെയ്തു. ഞങ്ങൾ കാത്തു നിൽക്കുന്നതെന്ന പോലെ അച്ഛനും അമ്മയും ഞങ്ങളെ വരവേൽക്കാൻ തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. ഞാനും മാനവും കാറിൽ നിന്നിറങ്ങി. അച്ഛൻ എന്റെ ബാഗുകളൊക്കെ കാറിൽ നിന്ന് പുറത്തിറക്കുന്ന തിരക്കിലാണ്. അമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഒപ്പം മാനവിനെ അകത്തേക്ക് ക്ഷണിച്ചു. മോനെ, നീ ഇവിടം വരെ വന്നിട്ട് അകത്തേക്ക് കയറണല്ലേ? എന്നാൽ അവൻ അത് സൗമ്യമായി തന്നെ നിരസിച്ചു. പിന്നൊരിക്കലാവട്ടെ ആന്റി, അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇറങ്ങുക. എൻ്റെ അച്ഛന് ക്ഷയിക്കാൻ കൊടുത്ത് ഇറങ്ങാൻ നിന്നു. മോൻ്റെ ഈ സഹായത്തിന് നന്ദിയുണ്ട് ഒരുപാട്, അച്ഛൻ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അങ്കിൾ എന്നോട് നന്ദി പറയേണ്ടതില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശേഷം അവൻ ഞങ്ങളോട് യാത്ര പറഞ്ഞു. കാരണം എനിക്കറിയില്ല, പക്ഷേ അവൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ വിട പറയുന്നത് ഇത്രയും വേദനാജനകമാണെന്ന് തോന്നി. ആദ്യമായിട്ടാണ്. ഇനി ഇതിൻ്റെ പേരാണോ പ്രണയം? അവൻ്റെ കാർ എൻ്റെ കൺമുന്നിൽ നിന്നും മായുന്നത് ഞാൻ നോക്കി നിന്നു. എൻ്റെ ജീവിതത്തിൽ ഒരംശം എന്നെ വിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ അമ്മ പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴാണ് എൻ്റെ ചിന്തകളിൽ നിന്ന് ഞാൻ ഉണർന്നത്. ഞാൻ എൻ്റെ വീടിനുള്ളിലേക്ക് കടക്കുമ്പോൾ പേരറിയാത്ത വിങ്ങൽ എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു. മോളെ, നിന്നെ കാണാതെ ഞാൻ വല്ലാതെ വിഷമിച്ചു. അമ്മ എന്നെ അടിമുടി വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് സുഖമായിരുന്നു മോളെ അവിടെ? അതെയല്ലോ, ഒരാഴ്ചയായില്ലേ നമ്മൾ കണ്ടിട്ട്. അതെ, മോള് പറഞ്ഞ ശരിയാ. നിന്റെ വിവാഹശേഷം ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നീ പോയാൽ ഇവിടെ ശൂന്യമായി പോവും. അമ്മേ, ഈ സമയത്ത് എൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ? അതല്ല മോളെ അമ്മ പറഞ്ഞത്. നീ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയത്? ഞാൻ പറയുമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ നിന്നെ ഉടനെ വിവാഹം കഴിക്കാനൊന്നും നിർബന്ധിക്കില്ല. ഞാൻ വിടർന്ന കണ്ണുകളോടെ അച്ഛനെ നോക്കി. അച്ഛനും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കാൻ ഞാൻ എൻ്റെ കൈകൾ നുള്ളി നോക്കി. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും കാക്ക മലർന്നു പറക്കും. ശരിക്കും അമ്മ പറഞ്ഞ സത്യമാണോ? പോടി, ഞാൻ തമാശ പറഞ്ഞതാ. മോൾ പോയി കുളിച്ചേച്ചും വാ, എന്തേലും കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് നീങ്ങി. എനിക്ക് അല്പം പോലും വിശപ്പില്ല. പക്ഷെ അമ്മയോട് എനിക്കത് പറയാനും കഴിയില്ല. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് കിടന്നു. എൻ്റെ കണ്ണുകൾ അടച്ച് എൻ്റെ മുറിയിൽ ഗന്ധം ശ്വസിച്ചു. ഒരാഴ്ചയെ ഈ ഗന്ധം ആസ്വദിച്ചിട്ട്.